3815 വോട്ടാണ് ഇതുവരെ ആര്യാടൻ ഷൗക്കത്ത് സമാഹരിച്ചിരിക്കുന്നത്. എം സ്വരാജിന് ഇതുവരെ 6368, 3221 വോട്ടുകൾ. പി വി അൻവർ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ ആ കൗണ്ടാണ് ഏറ്റവും ആധികാരികമായി, ഏറ്റവും ശക്തിയോടുകൂടി പറയേണ്ടത്. കാരണം ഇരു മുന്നണികളുടെയും വോട്ടിൽ കൃത്യമായ ചോർച്ചയുണ്ടായിരിക്കുന്നു. വഴിക്കടവ് പഞ്ചായത്തിലെ കുറി 73% പേർ വോട്ട് രേഖപ്പെടുത്തി. ആകെ 39,799 വോട്ടിൽ 29,320 വോട്ടുകൾ പോൾ ചെയ്തു. നഗരസഭ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ള 7 പഞ്ചായത്തുകളിൽ ഏറ്റവും അധികം വോട്ട് പോൾ ചെയ്യപ്പെട്ടത് വഴിക്കടവ് പഞ്ചായത്തിലാണ്. ഈ മൂന്നാം റൗണ്ടോടുകൂടി വഴിക്കടവിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വഴിക്കടവിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 35 വോട്ടിന്റെ ലീഡായിരുന്നു അന്ന് LDF-ന് ഉണ്ടായിരുന്നത്. അവിടെ 811 വോട്ട് ആയിരുന്നു നേരത്തെ 2011 UDF-ന്റെ ലീഡായി വന്നത്. അങ്ങനെ 800 വോട്ട് 1000 വോട്ടിന് നേരത്തെ ആര്യാടൻ മുഹമ്മദ് ലീഡ് ചെയ്യാറുള്ള മേഖലയായിരുന്നു വഴിക്കടവ്. പക്ഷേ പി വി അൻവർ വന്നതിന് ശേഷം LDF-ന്റെ പെട്ടിയിലായിരുന്നു അവിടുത്തെ ലീഡ് വോട്ട്. പക്ഷേ ഇപ്പോഴത്തെ വോട്ട് കട്ടറായി സ്വതന്ത്രനായി നിൽക്കുന്ന തൃണമൂൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന പി വി അൻവർ വോട്ട് കട്ടറായി മാറുന്നു. ഇരുപക്ഷത്തു നിന്നും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആദ്യ റൗണ്ടിൽ ആ ക്ഷീണമേറ്റത് UDF-നാണെങ്കിൽ രണ്ടാം റൗണ്ടിൽ UDF വീണ്ടും മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുന്നു. മൂന്നാം റൗണ്ടിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പുതിയ വിവരങ്ങൾ വരുമ്പോൾ 1435 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. 1435 വോട്ടുകൾക്ക് ആര്യാടൻ ഒന്നാം റൗണ്ടിൽ 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. മൂന്നാം റൗണ്ടിന്റെ പകുതി വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുമ്പോൾ അതുകൂടി ചേർക്കുമ്പോഴുള്ള സംഖ്യയാണ് സ്ക്രീനിൽ കാണുന്നത്. 1435 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കണം. അല്പസമയത്തിനകം മൂന്നാം റൗണ്ടിന്റെ പരിപൂർണമായ റിസൾട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മൂന്നാം റൗണ്ട് കൗണ്ട് ഇപ്പോൾ വരും. ഇപ്പോ അതെ, 419 വോട്ട് ഒന്നാം റൗണ്ടിൽ ഷൗക്കത്തിന് ലീഡ്, 820 വോട്ട് രണ്ടാം റൗണ്ടിൽ ഷൗക്കത്തിന് ലീഡ്. അങ്ങനെ ആദ്യത്തെ 2 റൗണ്ടുകളിലായി 1239 വോട്ടിന്റെ ലീഡാണുള്ളത്. മൂന്നാം റൗണ്ട് പകുതി പിന്നിടുമ്പോഴാണ് ഈ 1415 ഷൗക്കത്തിന്റെ ലീഡ് ഉയരുന്നത്. ആദ്യത്തെ 2 റൗണ്ടുകളിലായി അൻവർ പിടിച്ച വോട്ട് 2866 വോട്ടാണ് എന്നുള്ളത് കാണണം. മൂന്നാം റൗണ്ടിലും അൻവർ വോട്ട് പിടിക്കുന്നുണ്ട്. അതാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന സംഖ്യ. നിലമ്പൂരിൽ 10-22 ദിവസം നീണ്ട 2 മുന്നണികളുടെയും ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രചാരണ കാലയളവിന് ശേഷം അവസാനത്തെ 10 ദിവസം മതി എനിക്ക് വേണമെങ്കിൽ നിലമ്പൂരിൽ പ്രചാരണം പൂർത്തിയാക്കാൻ എന്ന് പി വി അൻവർ മുൻപ് പറഞ്ഞിട്ടുള്ള കണക്കും ആത്മവിശ്വാസവും അദ്ദേഹത്തെ തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3000-ലധികം വോട്ടുകൾ പി വി അൻവറിന് നിലമ്പൂരിൽ നിന്ന് ഇതുവരെ സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആഹ്ലാദ പ്രകടനം വീണ്ടും തുടങ്ങി. ലീഗ് പതാകകൾ ഉയരുന്നു. ആദ്യം ഒരു മ്ലാനത, ആദ്യ റൗണ്ടിന്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു ചെറിയ മ്ലാനത നേതാക്കളുടെയൊക്കെ മുഖത്തുണ്ടായിരുന്നു. ഡേഞ്ചറസ് ആണ് സാഹചര്യം എന്നൊരു കമന്റ് പോലുമില്ല. അഭിലാഷിന്റെ ഫോണിലേക്ക് പ്രധാനപ്പെട്ട ഒരു നേതാവ് അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ഥിതിയിൽ നിന്ന് അല്പം കൂടി ബെറ്റർ ആയിരിക്കുന്നു. 1435 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്ന വിവരം മൂന്നാം റൗണ്ടിന്റെ ഫലം ഏത് നിമിഷവും വരും. മൂന്നാം റൗണ്ട് പുരോഗമിക്കുന്നു. വീണ്ടും അപ്ഡേറ്റ് അരുൺ അമൃതാദ് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് നൽകുന്ന വിവരം. മൂന്നാം റൗണ്ട് പുരോഗമിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. മൂന്നാം റൗണ്ട് പുരോഗമിക്കുന്നു. മൂന്നാം റൗണ്ട് കഴിഞ്ഞിട്ടില്ല. മൂന്നാം റൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. 2 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് 419 പ്ലസ് 820 ലീഡ് 1239 എത്തിയത്. അതിനുശേഷം മൂന്നാം റൗണ്ടിലെ വിവരങ്ങൾ കൂടി ചേർത്താണ് ഇപ്പോൾ 1435 ലീഡ് നില മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനിൽ കൃത്യമായി വ്യക്തമായി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മൂന്നാം റൗണ്ട് പുരോഗമിക്കുന്നു.